ഞാൻ ഡോക്ടർ കുര്യൻ തോമസ്. വൈക്കത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ന്യൂറോളജിസ്റ്റായി ജോലി ചെയ്യുന്നു. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സീഷർ അഥവാ എപ്പിലെപ്സി എന്നതിനെ കുറിച്ചാണ്. തലച്ചോറിൽ കറണ്ട് തെറ്റായ രീതിയിൽ പ്രവഹിക്കുമോ, അല്ലെങ്കിൽ തലച്ചോറിലെ കറണ്ടിന്റെ പ്രവാഹത്തിന് ഒരു തടസ്സം നേരിടുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനത്തെയാണ് സീഷർ എന്ന് വിളിക്കുന്നത്. ആ സീഷർ തന്നെ ഒന്നിൽ കൂടുതൽ തവണ ഒരു രോഗിയിൽ ഉണ്ടായാൽ അവർക്ക് എപ്പിലെപ്സി ഉള്ളതായി പറയും. മലയാളത്തിൽ സീഷർ എന്നതിന് കോട്ടൽ, ചുഴലി എന്നൊക്കെ വിളിക്കാറുണ്ട്. എപ്പിലെപ്സിയുടെ മലയാളത്തിലെ പദമാണ് അപസ്മാരം. എപ്പിലെപ്സി രണ്ട് തരമാണ് പ്രധാനമായും. ഒന്ന് ജനറലൈസ്ഡ് എപ്പിലെപ്സി, രണ്ട് ഫോക്കൽ എപ്പിലെപ്സി. തലച്ചോറിനെ തെറ്റായ രീതിയിൽ കറണ്ട് ഒറ്റയടിക്ക് മുഴുവൻ ബാധിക്കുമ്പോഴാണ് ജനറലൈസ്ഡ് സീഷർ ഉണ്ടാകുന്നത്. എന്നാൽ തലച്ചോറിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുന്ന കറണ്ട് തെറ്റായ രീതിയിൽ മറ്റു ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചാൽ അവിടെ ഫോക്കൽ സീഷർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ജനറലൈസ്ഡ് സീഷർ ഉണ്ടാകാൻ പോകുമ്പോൾ രോഗിക്ക് പലപ്പോഴും അതിനെപ്പറ്റി ധാരണ ഉണ്ടാവുകയില്ല. വലിയ ഒരു അലർച്ചയോടെ ആയിരിക്കാം പലപ്പോഴും അത് തുടങ്ങുക. അതിനുശേഷം കൈയും കാലും ഇട്ട് അടിക്കുകയും കണ്ണ് മുകളിലേക്ക് മറയുകയും വായിൽ നിന്ന് നുരയും പതയും വരികയും അങ്ങനെ ശരീരം ബലം പിടിക്കുകയോ കൈകാലിട്ട് അടിക്കുകയോ ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. കൈകാലിട്ട് അടിക്കുന്ന തരം ജനറലൈസ്ഡ് സീഷറാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതിനെ ജനറലൈസ്ഡ് ടോണിക് ക്ലോണിക് സീഷർ എന്നാണ് വിളിക്കുന്നത്. ഇതേ സമയത്ത് ഫോക്കൽ സീഷർ എന്ന് പറഞ്ഞാൽ ഒരു കൈക്കൊരു പെരുപ്പ് പോലെയും കയ്യോ കാലോ ഇട്ട് അനങ്ങുന്നത് പോലെയും ഛർദിക്കാനുള്ളൊരു തോന്നൽ പോലെയോ തലകറക്കം പോലെയോ ഒക്കെ തുടങ്ങുകയും അതിനുശേഷം സ്വബോധം നഷ്ടപ്പെടുകയും ചെയ്യുക എന്നാണ് കാണുന്നത്. ഫോക്കൽ സീഷറായി തുടങ്ങുന്നത് വീണ്ടും തലച്ചോറിനെ മുഴുവൻ ബാധിക്കുമ്പോൾ അവിടെയും കൈകാലിട്ട് അടിക്കുകയും വായും മുരയും പതയും വരികയും എല്ലാം കാണാം. 2-3 മിനിറ്റുകൾക്കകം മിക്കപ്പോഴും സീഷറിന്റെ അസ്വസ്ഥതകൾ കെട്ടതാണ്. എന്നാൽ അതിനുശേഷം രോഗിക്ക് പരിസരബോധം ഉണ്ടാവുകയില്ല, എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ധാരണ ഉണ്ടാവുകയില്ല. സ്ത്രീകളെയും പുരുഷന്മാരെയും ഏകദേശം ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ് എപ്പിലെപ്സി. കണക്കുകൾ നോക്കിയാൽ ലോകത്തിൽ 10-ൽ ഒരാൾക്ക് എപ്പിലെപ്സി ഉണ്ട്. എപ്പിലെപ്സിക്ക് ചികിത്സയ്ക്കായി അനേകം മരുന്നുകൾ നമുക്ക് ലഭ്യമാണ്. കൃത്യമായ രീതിയിൽ മരുന്ന് എടുത്താൽ നല്ല കൺട്രോൾ കിട്ടുന്ന ചികിത്സയുള്ള ഒരു അസുഖമാണ് എപ്പിലെപ്സി. എന്നാൽ എപ്പിലെപ്സി എന്ന് പറയുന്ന രോഗം ഉള്ളത് പലപ്പോഴും ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ എപ്പിലെപ്സി ഉള്ള രോഗികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, സമൂഹത്തിൽ ഒറ്റപ്പെടാറുണ്ട്. എന്ത് തരം എപ്പിലെപ്സിയാണ് എന്നും ഏത് തരം മരുന്നാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമുക്ക് വിലപ്പെട്ട ചില ടെസ്റ്റുകൾ ന്യൂറോളജിയിൽ ഉണ്ട്. MRI, EEG, പിന്നെ ചില ബ്ലഡിന്റെ ടെസ്റ്റുകൾ. ഉദാഹരണത്തിന് ഷുഗർ താഴ്ന്നു പോയിട്ടുണ്ടോ, രക്തത്തിലെ ലവണാംശങ്ങൾ സോഡിയം കുറവാണോ, കാൽഷ്യം കുറവാണോ, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു എപ്പിലെപ്സി ഉള്ള രോഗിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തില്ല എങ്കിൽ വീണ്ടും വീണ്ടും സീഷർ ഉണ്ടായിക്കൊണ്ടിരിക്കാം. സീഷർ ഉണ്ടായി മരുന്നുകൾ തുടങ്ങിയാൽ 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് നമ്മൾ കുറഞ്ഞത് 2 വർഷത്തേക്കെങ്കിലും മരുന്നുകൾ കൊടുക്കാറുണ്ട്. 18 വയസ്സിന് മുകളിലാണെങ്കിൽ 3 വർഷം വരെ. ഈ കാലയളവിൽ കുഴപ്പങ്ങൾ ഇല്ലാതെ പോയി എന്നുണ്ടെങ്കിൽ പിന്നെ EEG ഒക്കെ ചെക്ക് ചെയ്ത് അത് നോർമലാണ് എങ്കിൽ മരുന്ന് പതിയെ കുറച്ചു കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യും. എല്ലാ മരുന്നുകളും എല്ലാവർക്കും യോജിച്ചതാകണം എന്നില്ല. ചില മരുന്നുകൾ പുരുഷന്മാർക്ക് കൂടുതൽ യോജിച്ചവയാകാം. ചില മരുന്നുകൾ പെൺകുട്ടികളിൽ നമ്മൾ ഒഴിവാക്കും. പ്രത്യേകിച്ച് വാൽപ്രോവേറ്റ് പോലെയുള്ള മരുന്നുകളൊക്കെ ഒരു കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് കഴിയുന്നതും നമ്മൾ ഒഴിവാക്കും. അതിന്റെ ദോഷഫലങ്ങളെ മുൻനിർത്തിയാണ്. എപ്പിലെപ്സി ഉള്ള രോഗികൾ കൃത്യമായി മരുന്ന് കഴിക്കുകയും ജീവിത രീതിയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തുകയും ചെയ്യും. രാത്രിയിൽ 7 മണിക്കൂർ കർശനമായി ഉറങ്ങണം. മദ്യത്തെ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. രാത്രി യാത്രകൾ ഒഴിവാക്കുക. വിക്സ്, അമൃതാഞ്ജൻ, ജണ്ടൂബാം പോലെയുള്ള സാധനങ്ങളൊക്കെ തേക്കുക, വലിക്കുക, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ ചില മരുന്നുകളൊക്കെ പോലും ഉദാഹരണത്തിന് വേദനയ്ക്കൊക്കെ കൊടുക്കുന്ന ട്രമഡോൾ പോലെയുള്ള ചില മരുന്നുകളൊക്കെ
എപ്പിലെപ്സി ഉള്ള രോഗികൾ ഉപയോഗിക്കാൻ പാടില്ല. നല്ല രീതിയിൽ ചികിത്സിച്ചാൽ ഏകദേശം 60 മുതൽ 70% രോഗികൾക്ക് ഒറ്റ മരുന്നിൽ തന്നെ ഫിറ്റ്സ് കൺട്രോൾ ആയേക്കാം. മരുന്നുകളിൽ കൺട്രോൾ ആകാത്ത രോഗികൾക്ക് എപ്പിലെപ്സി സർജറി പോലെയുള്ള നൂതനമായ ചില ചികിത്സാ രീതികളും നമുക്ക് ലഭ്യമാണ്.